തിരുവനന്തപുരം കാരക്കോണത്ത് ഓടയിൽ വീണ വയോധികയ്ക്ക് പരിക്ക്. 72 വയസ്സുള്ള പുല്ലന്തേരി സ്വദേശിയായ വയോധിക ലീലയാണ് ഓടയിലേക്ക് തലകീഴായി വീണത്. ഓട നിർമ്മാണത്തിനായി ഇട്ട കല്ലിൽ ചവിട്ടി വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ലീല. കാരക്കോണം കുന്നത്തുകാലിൽ റോഡ് പണി നടക്കുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഒരമ്മ ഒരു കുഴിയിലേക്ക്, ഓടയിലേക്ക് തലകീഴായി മറിഞ്ഞു വീഴുന്ന ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. ആ അമ്മ എന്തായാലും ഇപ്പോൾ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്, ആശുപത്രിയിൽ പോയതിനു ശേഷം. എന്താ അമ്മ സംഭവിച്ചത്? ഞാൻ രാവിലെ ഗുളിക വാങ്ങിക്കാൻ പോയി മക്കളെ ആശുപത്രിയിൽ. ഗുളികയും വാങ്ങിച്ചുകൊണ്ട് റോട്ടിൽ കയറി ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പോഴും ഒരു കാറ് ഇവിടുന്ന് അങ്ങോട്ട് വന്നു. ഒരു കാറ്. ആ കാറ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നെ വന്ന് ഇടിക്കുമോ, കാറ് ഒതുങ്ങി. ഞാൻ കാറിന് ഒതുങ്ങിയതാണ്. കാറിന് ഒതുങ്ങിയപ്പോഴും അവിടെ ഈ ഓടയുടെ സൈഡുകളിലൊക്കെ ചല്ലി കിടക്കണല്ല, അതിൽ ഞാൻ ചവിട്ടി കേട്ടാ. ചവിട്ടിയപ്പം തിന്ന് ഞാൻ ഓടയിൽ വരുന്നു. ഇതേ ഉള്ള സംഭവം. തല തട്ടിയിട്ടാണോ? തല കുത്തനെ ഞാൻ അങ്ങ് പോയി. പോയപ്പോഴും ഒരു പയ്യൻ ഉടനെ വന്ന്, എന്നെ അറിയാം കാരക്കോണത്തുള്ള പയ്യൻ, ഓടി വന്ന് എന്നെ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സ്വിച്ചൊക്കെ ഇടുന്നു എന്നെല്ലാം പറഞ്ഞ്. അവർ വേറെ ആരും ഇല്ലല്ലോ കൂടി. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയാമെന്നുള്ള ആളാണ്. അവൻ തന്നെ പൈസയൊക്കെ കൊടുത്തത്. എൻ്റെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ശരീരത്തിൽ മൊത്തം ഇടിയും ഇതുമൊക്കെ ഉള്ളിങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതിലൊരു വള കിടന്നതെല്ലാം പൊട്ടിപ്പോയി. എനിക്ക് ഓർമ്മയൊന്നും, എനിക്ക് ഒന്നും പറയാനോ കൊടുക്കാമെന്ന് പറഞ്ഞു. പേടിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയല്ല. അവർ ഉടനെ എടുത്തന്നെ. അല്ലെങ്കിൽ ഞാൻ കിടന്ന ഞാൻ തലവ് തന്നെ അങ്ങ് കിടക്കൂലേ മക്കളെ. അവൻ ഓടി വന്ന് എടുത്തവൻ ഇല്ല തന്നെ ഇരിക്കാൻ പറ്റൂല. രണ്ട് കാലും ഇഞ്ഞ് വെളിയിൽ റോട്ടിൻ്റെ ഇങ്ങോട്ട് ഓടയുടെ വെളിയിൽ, ബാക്കിയെല്ലാം ഓടയ്ക്കകത്ത്. അങ്ങനെയാണ് കിടന്നത്. അവർ ഒരു വയസ്സിൽ ചെന്ന ആൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. ഉടനെ അതിനെ വെള്ളം തന്നു കുടിക്കാൻ. കുടിച്ചിട്ട് ഈ മുറി കൂടി അവർ വെള്ളം എടുത്ത് വീത്തി ശരീരത്തിൽ കൂടിയൊക്കെ അങ്ങനെ വെച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ നടന്നു, വേറെ ഒന്നുമില്ല. നിലവിൽ എന്തായാലും ഈ മുറിവിൻ്റെ വേദനയ്ക്കപ്പുറത്തേക്കുള്ള കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് അമ്മ വ്യക്തമാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അശാസ്ത്രീയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ആ നാട്ടുകാരും അതുതന്നെ പറയുന്നു. ഇത്തരത്തിൽ അപകടമുണ്ടാക്കാൻ പരുവത്തിനുള്ള പല കാര്യങ്ങളും ആ റോഡിൽ ഇപ്പോഴും കിടക്കുന്നു. ഇന്ന് വിവിധ യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധം ആ ഭാഗത്ത് നടന്നിരുന്നു. ഇനിയെങ്കിലും ഈ നാട്ടുകാരെ ഇതേപോലെ അപകടത്തിൽപ്പെടുത്താത്ത തരത്തിൽ ആ റോഡ് നിർമ്മാണവും പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്.